നമസ്കാരം. ഞാൻ ഡോക്ടർ അമൃത മോഹൻ. ഞാൻ ആയുർവേദത്തിലെ INENT വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കൺകുരു അല്ലെങ്കിൽ പോളക്കുരു എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ കൺകുരു? അത് നമ്മുടെ കണ്ണിൻ്റെ പോളയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ ഒരു തടിപ്പിനെയാണ് കൺകുരു അല്ലെങ്കിൽ പോളക്കുരു എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കൺപോളയ്ക്ക് ചുറ്റും ഉണ്ടാകുന്ന ചെറിയ കണ്ണുനീർ ഗ്രന്ഥികളിലുണ്ടാകുന്ന ഒരു തരം ഇൻഫെക്ഷനാണ് ഈ കൺകുരു എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതുണ്ടാകുന്നത്? അത് അൺഹൈജീനിക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നമ്മളിപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അൺഹൈജീനിക് ആയിട്ടുള്ള കൈകൊണ്ട് നമ്മൾ കണ്ണ് തിരുമ്മുവാണെങ്കിൽ അതുണ്ടാവാം. അതുപോലെ തന്നെ ഈ ചൂട് കൂടുന്ന സമയത്തും ചിലരിൽ കണ്ടുവരാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും കണ്ണിന് നമുക്ക് വേദനയോട് കൂടിയിട്ടുള്ള ചെറിയ തടിപ്പാണ് പ്രധാന ലക്ഷണം. ചിലർക്ക് അമിതമായിട്ടുള്ള കണ്ണിന്ന് വെള്ളം ചാടുക ഉണ്ടാവും. ചിലർക്ക് കാഴ്ച മങ്ങുന്നത് പോലെ തോന്നാം. ചിലർക്ക് കൺപോളയുടെ മുകളിലാണെങ്കിൽ ചിലർക്ക് നല്ല ഹെവി ആയിട്ട് വെയിറ്റ് പോലെ തോന്നാം കൺകുരുക്ക്. പിന്നെ വേദന, തൊടുമ്പുണ്ടാകുന്ന വേദന പ്രധാനമായിട്ടുള്ള വേറൊരു ലക്ഷണമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇനി ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാം ആയിട്ടുള്ള കംപ്രസ് കൊടുക്കാം. അതായത് ഒരുപാട് ചൂടുള്ള കംപ്രസ് അല്ല, വാം കംപ്രസ്. ഇളം ചൂടുവെള്ളത്തിൽ ചെറുതായിട്ടൊന്നൊരു പഞ്ഞിയോ ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു പാഡ് മുക്കിയിട്ട് അത് ചെറുതായിട്ട് നമുക്കവിടെ വെച്ച് കൊടുക്കാം. ഇതാണ് പ്രധാനമായിട്ടുള്ള ചികിത്സ. ഇത് മൈൽഡ് ആണെങ്കിൽ നമുക്കിങ്ങനെ ചികിത്സിക്കാം. ചികിത്സ ഇല്ലാതെ തന്നെ പലർക്കും അത് വന്നു പോകുന്ന ഒരു അസുഖമായിട്ട് പലർക്കും കണ്ടുവരാറുണ്ട്. പക്ഷേ ഇത് ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കണ്ണാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റെന്തെങ്കിലും സിംബോളിഫൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യണം, നമ്മുടെ ഐ വിഷ്വൽ അക്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ ദൂരക്കാഴ്ച അല്ലെങ്കിൽ അടുത്ത് വായിക്കാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. കാരണം മിക്കവാറും റിഫ്രാക്റ്റീവ് എറേഴ്സ് അല്ലെങ്കിൽ കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാകുന്നവർക്കത് നമ്മൾ കണ്ടുപിടിക്കാത്ത കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാകുന്നവരിൽ പ്രധാനമായിട്ടും ഇത് റിപ്പീറ്റഡായിട്ട് വരുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് നമ്മളിപ്പം ഇപ്പോൾ ഒരു മയോപ്പിയോ അല്ലെങ്കിൽ ആസ്റ്റിഗ്മാറ്റിസോ ഒക്കെ ഉള്ളവർക്ക് കാഴ്ച അത്ര ക്ലിയർ ആവില്ല. അപ്പോൾ അവർ പലപ്പോഴും കണ്ണ് തിരുമ്മി, കുട്ടികളൊക്കെ ആണെങ്കിൽ കണ്ണ് തിരുമ്മി ഒന്നുകൂടെ അത് ആ ഒരു കാഴ്ച വ്യക്തത വരാൻ വേണ്ടിയിട്ട് അവർ കണ്ണ് തിരുമ്മാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതാകാം അവർക്ക് ഈ കൺകുരു. ഇതിന് സ്റ്റൈ അല്ലെങ്കിൽ ഹോഡിയോളം എന്നൊക്കെയാണ് മോഡേൺ ലാംഗ്വേജിൽ ഇതിന് പറയുന്നത്. അപ്പോൾ ആയുർവേദ പ്രകാരം ഇതിനുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില മരുന്നുകൾ ഉള്ളിലോട്ട് കഴിക്കാനുണ്ടാവും. ചില മരുന്നുകൾ വെച്ച് നമ്മൾ കണ്ണ് കഴുകാനുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ അണ്ടർലൈൻ കോസ് എന്നുള്ളതെന്ന് കൂടെ നോക്കിയിട്ട് നമുക്കതിനെ പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. ഒരു വിരേചനം വേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവർക്ക് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാവുന്നതാണ്. താങ്ക് യു. മറ്റൊരു വീഡിയോവുമായിട്ട് അടുത്ത ദിവസം കാണാം.